യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ 14 ദിവസത്തെ പ്രാർത്ഥനായാത്രയുടെ അതിഅനുഗ്രഹീതമായ 6-ാം ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ വിശ്വാസത്തോടെ മുന്നേറുന്ന ഈ ആത്മീയയാത്ര നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് ഓരോ ദിവസവും നാം തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ ഒരുമിച്ച് ഈ വചനത്തിനു മുന്നിലായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പുകൾ ദൈവം അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേവലം ഒരു വീഡിയോ അല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും പരസ്പരം താങ്ങാവുകയും നമ്മുടെ സങ്കടങ്ങൾ ഒത്തൊരുമിച്ച് ദൈവത്തോട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ 10 മിനിറ്റിലധികം നീളുന്ന സമയം നിങ്ങളുടെ ആകുലതകളും ഭാരങ്ങളും ഒരു നിമിഷം മാറ്റിവെച്ച് ഈ വചനത്തിനായി നിങ്ങൾ പൂർണ്ണമായും ശാന്തമായി ചെവികൊടുക്കുക. ഇന്നു നമ്മൾ ധ്യാനിക്കുന്നത് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യമാണ്. അവിടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ കർത്താവാണ്, സകല മനുഷ്യവർഗത്തിന്റെയും ദൈവമാണ്. എനിക്ക് അസാധ്യമായതു വല്ലതുമുണ്ടോ? എത്ര വലിയ ചോദ്യമാണത്, പ്രിയപ്പെട്ടവരെ! ജന്മം നൽകിയ ഓരോ ജീവന്റെയും മേൽ അധികാരമുള്ള സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവിന് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മറികടക്കാൻ അസാധ്യമായൊന്നുമില്ല. നമ്മൾ ഇന്നനുഭവിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ, വർഷങ്ങളായി നിലനിൽക്കുന്ന കോടതി കേസുകളാകട്ടെ, ദൈവം വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിയുന്നവയാണ് ഇവയെല്ലാം. പ്ലൈവുഡ്, ടിമ്പർ ബിസിനസ്സുകളിൽ തകർച്ച നേരിട്ട് 3 കോടിയോളം വരുന്ന ബാധ്യതകളിൽ ഉഴലുന്നവരും കോടതി കേസുകളിൽ നീതിക്കായി കാത്തിരിക്കുന്നവരും ഇന്ന് ഈ വചനത്തിൽ പ്രത്യാശ വെക്കുക. വഞ്ചനയിലൂടെ പണം നഷ്ടപ്പെട്ടവരും അത് തിരികെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരും എനിക്ക് അസാധ്യമായതു വല്ലതുമുണ്ടോ എന്ന ദൈവത്തിന്റെ ചോദ്യത്തിനു മുന്നിൽ നിങ്ങളുടെ സങ്കടങ്ങൾ സമർപ്പിക്കുക. അതുപോലെ റെയിൽവേ പരീക്ഷാഫലത്തിനായി കാത്തിരിക്കുന്നവർക്കും കേന്ദ്രീയ വിദ്യാലയത്തിൽ ജോലി സ്വപ്നം കാണുന്നവർക്കും IELTS പരീക്ഷ എഴുതുന്നവർക്കും വേണ്ടി ഇന്ന് നമ്മൾ ഒത്തൊരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അപ്രതീക്ഷിതമായി തടയപ്പെട്ട പരീക്ഷാഫലങ്ങൾ സന്തോഷവാർത്തയായി കടന്നുവരട്ടെ. പരീക്ഷാഫലം കാത്തിരിക്കുന്ന മകൾക്ക് നല്ല വിജയം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്ത് നഴ്സായി ജോലി ആഗ്രഹിക്കുന്നവർക്കും നാട്ടിലേക്ക് സ്ഥലം മാറ്റത്തിനായി കൊതിക്കുന്നവർക്കും ദൈവം പുതിയ വഴികൾ തുറക്കും. നമ്മുടെ ഈ യാത്രയുടെ 6-ാം ദിവസം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളുടെ സമാധാനത്തിനു വേണ്ടിയാണ്. പിണങ്ങിക്കഴിയുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരും പരസ്പരം സ്നേഹത്തോടെ ഒന്നാകാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. മദ്യപാനത്തിനും പുകവലിക്കും അടിമപ്പെട്ടവർ ആ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കുടുംബത്തിന്റെ താങ്ങായി മാറട്ടെ. രോഗത്തിന്റെ കഠിനമായ വേദനകൾ അനുഭവിക്കുന്നവർ, പ്രത്യേകിച്ച് ഗർഭാവസ്ഥയിൽ ഫൈബ്രോയിഡുകൾ കാരണം ബുദ്ധിമുട്ടുന്നവരും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഭയപ്പെടുന്ന മാതാപിതാക്കളും ഈ വചനത്തിൽ വിശ്വസിക്കുക. സകല ജീവജാലങ്ങളുടെയും ദൈവമായ കർത്താവ് ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഈ ഭൂമിയിലേക്ക് നൽകും. നഷ്ടപ്പെട്ടുപോയ സ്വർണവും പണവും തിരികെ ലഭിക്കാനായി കണ്ണീരോടെ കാത്തിരിക്കുന്നവർ നിരാശപ്പെടരുത്. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഈ 6-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ പങ്കുചേരുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. 3 കോടിയോളം കടഭാരത്തിൽപ്പെട്ട് ജപ്തി ഭീഷണി നേരിടുന്ന ആ കുടുംബത്തെ നീ അത്ഭുതകരമായി രക്ഷിക്കണമേ. കോടതി കേസുകളിൽ അവർക്ക് നീതിയുള്ള വിധി ലഭിക്കട്ടെ. റെയിൽവേയിലും നഴ്സിംഗ് മേഖലയിലും ജോലി ആഗ്രഹിക്കുന്ന മക്കൾക്ക് ആ വാതിലുകൾ നീ തുറന്നുകൊടുക്കണമേ. ഗർഭാവസ്ഥയിൽ ആരോഗ്യപ്രശ്നങ്ങൾ നേരിടുന്ന സഹോദരിയെ നീ തൊടണമേ. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ എല്ലാ കുറവുകളും നീക്കി
പൂർണ്ണ ആരോഗ്യത്തോടെ ആ കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് നൽകണമേ. പുകവലിക്കും മദ്യത്തിനും അടിമപ്പെട്ട ഭർത്താക്കന്മാരുടെ ഹൃദയം നീ മാറ്റണമേ. കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും നിറയ്ക്കണമേ. പരീക്ഷയ്ക്കൊരുങ്ങുന്ന മക്കളുടെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. നഷ്ടപ്പെട്ട സ്വർണവും പണവും തിരികെ ലഭിക്കാനുള്ള വഴികൾ നീ ഒരുക്കണമേ. പൈശാചികമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞുമാറട്ടെ. ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നീ കണ്ടറിഞ്ഞ് സഹായിക്കണമേ. ആമേൻ. നമുക്ക് തുടരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. സ്വന്തം വീടും സ്ഥലവും വിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർ ഇന്ന് ഈ വചനം ഏറ്റുപറയുക. ദൈവം നിങ്ങൾക്കായി അനുയോജ്യമായ ഒരാളെ കണ്ടെത്തുകയും ആ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും. നാട്ടിൽ സ്വന്തമായി ഒരു ഭവനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം വഴിയൊരുക്കട്ടെ. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വിഷമിക്കുന്ന മകളുടെ ഉള്ളിൽ നീ സമാധാനം നിറയ്ക്കുകയും ആ പണം തിരികെ ലഭിക്കാൻ മറുഭാഗത്തുള്ളവരുടെ മനസ്സിൽ നീ തോന്നിക്കുകയും ചെയ്യണമേ. ജോലിയില്ലാതെ കുടുംബം നോക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർക്ക് അർഹമായ ഉപജീവനമാർഗം ലഭിക്കട്ടെ. വിദേശത്ത് പോകാൻ തടസ്സങ്ങൾ നേരിടുന്നവർക്കും PR കാത്തിരിക്കുന്നവർക്കും സന്തോഷവാർത്തകൾ കേൾക്കാൻ ഇടയാകട്ടെ. നമ്മുടെ ഈ പ്രാർത്ഥനായാത്രയിൽ നമ്മൾ പരസ്പരം താങ്ങാവണം. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മുടെ കൂടി സങ്കടമായി കണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ തടസ്സങ്ങളും നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ളവളതാണെന്ന് നാം തിരിച്ചറിയണം. പൈശാചികമായ ചിന്തകളിൽ നിന്നും സോഷ്യൽ മീഡിയ അഡിക്ഷനിൽ നിന്നും നമ്മുടെ മക്കളെ മോചിപ്പിക്കാൻ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അത് വായിക്കുന്ന നമ്മുടെ കൂട്ടായ്മയിലെ മറ്റു സഹോദരങ്ങളും നിങ്ങൾക്കായി ഒരുമിച്ചുണ്ടാകണം. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെയും കൃത്യം 6 മണിക്ക് തന്നെ 7-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ആശ്വാസവചനം ആവശ്യമുള്ള അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവരും ഈ യാത്രയിൽ മുടങ്ങാതെ പങ്കെടുക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.